സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾക്കറിയാം, സഞ്ജു സാംസണിനെ കുറിച്ചുള്ള അഭിനന്ദന പ്രവാഹങ്ങൾ ഘോരം പ്രസംഗിക്കുന്ന ഒരു സ്പോർട്സ് പേജാണ് സ്പോർട്സ് പിച്ച്. സഞ്ജു സെഞ്ചുറി അടിക്കുമ്പോഴും നല്ല രീതിയിൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുമ്പോഴും ഒരു ക്യാപ്റ്റന്റെ മനോഭാവത്തോടു കൂടി ടീമിനെ മൊത്തം ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോയി വിജയിപ്പിക്കുമ്പോഴുമെല്ലാം സ്പോർട്സ് പിച്ച് സഞ്ജുവിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. സഞ്ജുവിനെ അഭിനന്ദന കൊടുമുടിയിലെത്തി വളരെ വലിയ രീതിയിൽ ഹൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ സ്പോർട്സ് പേജ്. പക്ഷെ ഇന്ന് സഞ്ജു സാംസണിനെ വിമർശിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സഞ്ജു സാംസൺ കാരണമാണ് ഇന്നത്തെ കളി, ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കളി, CSK തോറ്റത് എന്ന് നിസ്സംശയം ഞങ്ങൾ പറയും. കാരണം സഞ്ജു വളരെ മടിയനായി, അലസനായി കാണപ്പെട്ട ഒരു കളിയാണ് ഇന്ന് കണ്ടത്. എന്തു പറ്റിയ സഞ്ജുവിന്? കുറച്ച് സെഞ്ചുറികൾ അടിച്ചപ്പോൾ താൻ വലിയ സംഭവമായി എന്ന് തോന്നിയോ എന്ന് ചിലർ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ സഞ്ജു വളരെ അലസനായി ബാറ്റിംഗ് തുടങ്ങിയത് മുതൽ താല്പര്യമില്ലാത്ത പോലെ, എന്തോ ഭയങ്കരമായ എന്തോ ഒരു സംഭവം എന്ന രീതിയിൽ സഞ്ജു സാംസൺ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ സഞ്ജു ബാറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നി. എന്തു പറ്റി സഞ്ജുവിന് എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു നമ്മൾ. വളരെ സ്ലോ ആയിട്ട് തുടങ്ങിയ സഞ്ജു 15 പന്തുകളിലാണ് 11 റൺസ് അടിച്ചത്. വെറും 2 4 അടിച്ചത്. അങ്ങനെയൊന്നുമല്ല സഞ്ജുവിന്റെ സ്റ്റാർട്ടിങ്. ഗെയ്ക്വാദിനെ ഫോമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് സഞ്ജുവിന് അറിയാം. അപ്പൊ സഞ്ജുവിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ടീമിന് വേണ്ടി കളിക്കുന്നു എന്ന് പറയുന്ന സഞ്ജു സാംസൺ ബാറ്റിങ്ങിൽ തന്നെ വളരെ ശോകമായിട്ടാണ് തുടങ്ങിയത്. ഗെയ്ക്വാദ് ഒരു വിധത്തിലെങ്കിലും ടീമിനെ കരകയറ്റിപ്പിക്കാൻ നോക്കി എന്നതിൽ പാവം തോന്നുന്നുണ്ട് ഗെയ്ക്വാദിനോട്. ഋതുരാജ് പാവം, കാരണം ഋതുരാജിന്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അത്രയെങ്കിലും സ്കോറിലേക്ക് എത്തിച്ചത്. പക്ഷേ വളരെ മികച്ച സ്ട്രൈക്കറായിട്ടുള്ള സഞ്ജു സാംസൺ എന്തൊരു സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. ഇനി പിച്ചിൻ്റെയാണ്, ഇതാണെന്നൊക്കെ പറയാം, ശരി, ബാറ്റിങ്ങിൽ അങ്ങനെ. പക്ഷെ ഇത് പ്രധാനമായിട്ടും സഞ്ജു ഒരു മടിയനാണെന്ന് പറയാൻ കാരണം സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് ആണ്. കമന്ററിയിൽ ഇരിക്കുന്നവർ വരെ പറഞ്ഞു എന്തൊരു മടിയനായിട്ടാണ് സഞ്ജു നിൽക്കുന്നതെന്ന്. പുറകിൽ ഹെൽമെറ്റ് വെച്ചതിന് പിഴ വരെ കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. സായ് സുദർശൻ അത്രയും ഗംഭീരമായി കളിച്ചു വരികയാണ്. 87 റൺസാണ് സായ് സുദർശൻ അടിച്ച് ഗുജറാത്ത് ടൈറ്റൻസിനെ വിജയിപ്പിച്ചത്. ആ സായ് സുദർശന്റെ ഒരു നിർണായക ക്യാച്ച് സഞ്ജുവിന്റെ ഈ അലസത കാരണം, മടി കാരണം നഷ്ടമായി. പാവം ഓവർട്ടൺ എത്ര മല്ലം പണിയാണ്, പട്ടിപ്പണിയാണ് CSK കൊണ്ടെടുക്കുന്നത്. അവരുടെയൊക്കെ ക്യാച്ച് വിടാമോ? സഞ്ജുവിന് നിസ്സാരമായി പിടിക്കാൻ പറ്റുന്ന ഒരു ക്യാച്ച് ഒറ്റ കൈ കൊണ്ട്, അത് ആ നിൽപ്പിന്റെയും എല്ലാം അലസത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് കണ്ടുനിന്ന എല്ലാവർക്കും മനസ്സിലായത്. കമന്ററി ശക്തമായി സഞ്ജുവിനെ വിമർശിക്കുകയും ചെയ്തു. വിദേശ താരങ്ങളായിട്ടുള്ള ഫോർമർ ക്രിക്കറ്റേഴ്സ്, ലെജൻസ് ആണ് കമന്ററിയിൽ ഉണ്ടായിരുന്നത്. അവർ സഞ്ജുവിനെ നിസ്സംശയം വിമർശിച്ചു. വാട്ട് എ ലേസി പ്ലെയർ, വാട്ട് എ ലേസി പ്ലേ എന്നാണ് അവർ പറഞ്ഞത്. അത്രത്തോളം ലേസി ആയിട്ടാണ് സഞ്ജു സാംസൺ ആ ഒരു ക്യാച്ച് വിട്ടത്. അതിനുശേഷവും സഞ്ജുവിന് ഒരു കൂസലില്ല. സഞ്ജുവിനെ എന്തോ നിർബന്ധിപ്പിച്ച് കളിപ്പിക്കുന്ന പോലെ, CSKയിൽ സഞ്ജുവിനെ ആരോ നിർബന്ധിപ്പിച്ച് വിഷമിപ്പിച്ച് കളിപ്പിക്കുന്ന പോലെ. സഞ്ജുവിന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. ഇനി 2-3 സെഞ്ചുറികൾ അടിച്ചതിന്റെ, 2 സെഞ്ചുറി അടിച്ചതിന്റെ അഹങ്കാരമാണോ എന്ന് ചിലർ വിമർശിക്കുന്നുണ്ട്. കാരണം എന്ത് പറ്റി സഞ്ജുവിന്? എന്താണ് സഞ്ജു സാംസണെ പറ്റിയത്? നല്ലൊരു അലസതയായിരുന്നു. പക്ഷേ ഗില്ലിന്റെ ഒരു കിഡിലിൻ സ്റ്റംപിങ് ചെയ്തെങ്കിൽ കൂടിയും പിന്നീട് സഞ്ജുവിന് എന്തോ തോറ്റു എന്നുള്ള രീതിയിൽ കളിക്കുന്ന പോലെയാണ് തോന്നിയത്. ശരിയാണ്, സഞ്ജു സാംസൺ മികച്ച രീതിയിൽ കളിക്കാത്ത കളികളെല്ലാം CSK തോൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് പോരാടണ്ടേ, ശക്തമായി പോരാടണ്ടേ? ടീം ഒറ്റക്കെട്ടായിട്ട് പോരാടുമ്പോൾ, ഋതുരാജ് ഗെയ്ക്വാദ് തൻ്റെ പയറ്റിയ അടവുകളെല്ലാം പയറ്റുമ്പോൾ സഞ്ജു സാംസണിന് ഒരു മികച്ച സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. ഇവിടെയാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെയൊക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അത്ര വയസ്സിലും 40 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കീപ്പിങ്ങും അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ഗ്രൗണ്ടിൽ നിൽപ്പും ഒക്കെ വളരെ പ്രചോദനപരമാണ്. പക്ഷെ സഞ്ജു സാംസൺ ഇന്ന് വളരെ അലസനായി കാണപ്പെട്ടു. ആ സുദർശന്റെ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതാണ് കളിയിലെ ടേണിംഗ് പോയിന്റ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കളി തിരിച്ചു പിടിക്കാമായിരുന്നു. അതിനുള്ള ബോളിംഗ് ഒക്കെ CSK അടുത്തുണ്ട്. ശരിയാണ്, പിച്ച് വളരെ സ്ലോ ആയിരുന്നു, ബാറ്റിങ്ങിന് പറ്റിയതായിരുന്നില്ല എന്നൊക്കെ ഋതുരാജ് പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഋതുരാജിന്റെ മുഖം കാണുമ്പോൾ പാവം തോന്നുന്നു. നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ ശ്രമിച്ചു, കുറച്ച് പതുക്കെയാണെങ്കിലും. പക്ഷേ ഹിറ്റർമാരായിട്ടുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തില്ല. പ്രത്യേകിച്ച് സഞ്ജു. തുടക്കത്തിൽ തന്നെ സഞ്ജു തുഴഞ്ഞതാണ് എല്ലാത്തിനും കാരണമായത്. നല്ല ടീമുകളോടൊപ്പം എല്ലാം സഞ്ജു കളിക്കുന്നില്ല എന്നൊരു വിമർശനവും വരുന്നുണ്ട്. നല്ല ബോളേഴ്സിൻ്റെ ഒപ്പം ഒന്നും സഞ്ജുവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
സാധാരണ ടീമുകൾക്കൊപ്പമാണ് സഞ്ജു ഈ സെഞ്ചുറി അടിക്കുന്നൊരു വിമർശനം വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വിമർശിക്കുന്നത് സഞ്ജു ഇങ്ങനെ പോയാൽ പോരാ. ഇത് സഞ്ജു കേൾക്കുമെന്നുള്ളതൊന്നും അല്ല, സഞ്ജു കേൾക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പൊക്കി 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 മാത്രം പറഞ്ഞാൽ പോരല്ലോ, വിമർശനങ്ങൾ വേണം. കാരണം സഞ്ജു സാംസൺ ഇത്തരത്തിൽ അലസനാവുമ്പോൾ വിമർശിക്കണം. കാരണം എത്ര പേരുടെ പ്രതീക്ഷയാണ്, എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു ഇടത്തിലാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത്. അപ്പൊ സഞ്ജു ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണിക്കാൻ പാടില്ല. അത് സഞ്ജുവിന്റെ കരിയറിന് തന്നെ ദോഷം ചെയ്യും. കാരണം അത്രത്തോളം ആളുകൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഓപ്പണിങ്ങിലായാലും വിക്കറ്റ് കീപ്പിങ്ങിലായാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ അലസനായി കഴിഞ്ഞാൽ വേൾഡ് കപ്പിലേക്ക് എങ്ങനെ കളിക്കാൻ പറ്റും? ഏകദിന വേൾഡ് കപ്പിലേക്ക് എങ്ങനെ കളിക്കാൻ പറ്റും? അതുകൊണ്ട് സഞ്ജു സാംസന്റെ അലസതയാണ് ഇന്നത്തെ മാച്ച് തോൽപ്പിച്ചത്. 158 റൺസിന് 7 വിക്കറ്റ് 20 ഓവറിൽ CSK ഒരു മികച്ച രീതിയിലൊന്നും പറയാൻ പറ്റില്ല. ഒരു വിധത്തിൽ തട്ടിമുട്ടി 158 റൺസ് എത്തിച്ചു. 158-ന് 7 20 ഓവറിൽ. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് വെറും 2 വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെടുത്തിയത്. ശുഭ്മൻ ഗില്ലും സായ് സുദർശനും, ശുഭ്മൻ ഗില്ലിനെ നൂർ അഹമ്മദ് സഞ്ജുവിന്റെ മികച്ച സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കി. സായ് സുദർശൻ ഹുസൈന്റെ പന്തിൽ ബ്രേവിസിന്റെ ക്യാച്ചോടുകൂടി പുറത്തായി. പക്ഷേ നിസ്സാരമായിട്ട് അവര് ആ ചേസ് ചെയ്തെടുത്തു. 16.4 ഓവറിൽ 162 റൺസ് അടിച്ചുകൊണ്ടാണ് അവരത് ചേസ് ചെയ്തെടുത്തത്. ജോസ് ബട്ട്ലറും വാഷിംഗ്ടൺ സുന്ദറും നോട്ട് ഔട്ട് ആയി ക്രീസിലുണ്ട്. ബട്ട്ലർ 39 റൺസ് അടിച്ചു. അപ്പൊ സഞ്ജുവിന്റെ ഈ അലസത കാരണം CSK തോറ്റത് ഒരു വലിയ ചർച്ചയാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആരാധകരടക്കം പറയുന്നുണ്ട് സഞ്ജുവിന്റെ അലസത, എന്ത് താല്പര്യമില്ലാത്ത പോലെയാണ് സഞ്ജു കളിക്കുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ ഇന്നത്തെ മാച്ച് കണ്ടായിരുന്നോ? CSK ആരാധകർക്കും അതുപോലെ ഇന്ന് മാച്ച് കണ്ടവർക്കും CSK ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൽ സഞ്ജുവിന്റെ അലസതയല്ലേ കളി തോൽപ്പിച്ചത്? സഞ്ജു അങ്ങനെ ചെയ്യാമോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. താങ്ക്